അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് ഞങ്ങൾ കണ്ടു. ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, ദ വർക്ക് പ്രഷർ ഫ്രം ദ മാനേജ്മെൻറ്റ്. അദ്ദേഹം തൊഴിലെടുക്കുന്ന ആബട്ട് കമ്പനിയിലെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള തൊഴിൽ സമ്മർദ്ദമാണ് ഈ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ലാഭക്കൊതിയുടെ അമിതമായ ആവേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല പല അശാസ്ത്രീയ വിപണന തന്ത്രങ്ങളും ഈ മേഖലയിൽ കൊണ്ടുവരാൻ വേണ്ടി ഔഷധ കമ്പനികൾ തയ്യാറാവും. ചില മരുന്നുകളുടെ ലാഭം എന്ന് നോക്കിക്കഴിഞ്ഞാൽ 1200, 1800% നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഒരു പകൽ സമയത്തെ ഫീൽഡ് വർക്ക് 8 മണിക്കൂർ കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ 7 മണിക്കും 8 മണിക്കും ശേഷം നടക്കുന്ന ഓൺലൈൻ മീറ്റിങ്ങുകളുണ്ട്. ആ ഓൺലൈൻ മീറ്റിങ്ങുകൾ രാത്രി വെളുക്ക വരെ പോവുക. ഇത്തരത്തിൽ അശാസ്ത്രീയമായ മരുന്ന് വിപണനത്തെ നിയന്ത്രിക്കാനുള്ള എല്ലാ നിയമങ്ങളുണ്ട്, പക്ഷേ എടുത്ത് പ്രയോഗിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാവുന്നില്ല. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമ്മുടെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവുമാരുടെ ജീവിതം സമ്മർദ്ദം മൂലം ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണോ? ഓരോ ദിവസവും അവർ ആത്മഹത്യയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണോ? അവരുടെ തൊഴിൽ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപകടകരമായ മാറ്റം അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് ആ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുകയാണ്. ഈ ഒരു ചർച്ചയ്ക്ക് ആധാരമായി വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കരമന സ്വദേശിയായ ബി മിഥുൻ എന്ന 26-കാരൻ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആത്മഹത്യ ചെയ്തു. തൊഴിൽ രംഗത്തെ സമ്മർദ്ദം സഹിക്കാനാകാതെയാണ് ആത്മഹത്യ എന്നാണ് മനസ്സിലാക്കുന്നത്. പരിശോധിക്കാൻ നമുക്ക് നമ്മുടെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവുമാരുടെ ജീവിതം നരകതുല്യമായി കൊണ്ടിരിക്കുകയാണോ? ആരാണ് ഉത്തരവാദി? എന്താണ് പരിഹാരം? നമ്മോടൊപ്പം ചേരുന്നു അഖിലേന്ത്യാ ഫെഡറേഷനായിട്ടുള്ള FMRAIയുടെ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗവും കേരള മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് സ്റ്റേറ്റ് പ്രസിഡൻറ്റുമായിട്ടുള്ള ശ്രീ AV പ്രദീപ് കുമാർ. നമസ്കാരം ശ്രീ പ്രദീപ് കുമാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ആദ്യം നമ്മുടെ മിഥുൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. നമുക്ക് മിഥുൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് അദ്ദേഹം ഈ ആത്മഹത്യയിലേക്ക് പോയതെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? മിഥുൻ നമ്മുടെ മുന്നിലെ ഏറ്റവും ഒടുവിലത്തെ ഈ മേഖലയിലെ ഒരു രക്തസാക്ഷിയാണ്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം കേവലം 26 വയസ്സ് പ്രായം, ധാരാളം പ്രതീക്ഷകളുമായിട്ട് ഈ മേഖലയിലേക്ക് കടന്നു വന്നൊരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ഈ രംഗത്ത് 2-2.5 വർഷക്കാലത്തെ പരിചയം മാത്രമേ ഉള്ളൂ. ഞാൻ ഏതാണ്ട് 32 വർഷക്കാലമായിട്ട് ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന ഒരു റെപ്രസെൻറ്റേറ്റീവാണ്, ഇപ്പോഴും തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്ന റെപ്രസെൻറ്റേറ്റീവാണ്. മിഥുനെ സംബന്ധിച്ചിടത്തോളം ആദ്യ കാലങ്ങളിൽ അദ്ദേഹം മറ്റൊരു കമ്പനിയിലായിരുന്നു തൊഴിലെടുത്തുകൊണ്ടിരുന്നത്. ആ കമ്പനിയിൽ സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ അദ്ദേഹം മറ്റൊരു കമ്പനിയിലോട്ട് മാറി. അദ്ദേഹം കഴിഞ്ഞ ഒരു 6 മാസക്കാലമായിട്ട് അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള, ഇന്ത്യയിൽ ബോംബെയിൽ ആസ്ഥാനമായിട്ടുള്ള ആബട്ട് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ബഹുരാഷ്ട്ര കുത്തക കമ്പനിയുടെ ഗൈനക് പ്രോഡക്റ്റ്, വനിതകളുടെ സ്ത്രീകളുടെ അസുഖങ്ങൾക്ക് ചികിത്സക്ക് മരുന്ന് കൊടുക്കുന്ന ആ ഡിവിഷനാണ് ഗൈനക് ഡിവിഷൻ എന്ന് പറയുന്നത്. ആ ഡിവിഷനിൽ തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് ഞങ്ങൾ കണ്ടു. ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, ദ വർക്ക് പ്രഷർ ഫ്രം ദ മാനേജ്മെൻറ്റ്. അദ്ദേഹം തൊഴിലെടുക്കുന്ന ആബട്ട് കമ്പനിയിലെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള തൊഴിൽ സമ്മർദ്ദമാണ് ഈ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ സംഭവമാണ്. ഔഷധ മേഖല എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ഔഷധ മേഖല ഒരു വർഷം 4,72,000 കോടി, 4.72 ലക്ഷം കോടി രൂപയുടെ പ്രതിവർഷ വിറ്റുവരവ് ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് ഔഷധ മേഖല. വളരെ ഏറ്റവും ലാർജസ്റ്റ് പ്രോഫിറ്റ് മേക്കിംഗ് ഇൻഡസ്ട്രി. ഇപ്പോൾ ആയുധ വ്യവസായം, വെപ്പൺ ഇൻഡസ്ട്രി, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ഷുഗർ ഇൻഡസ്ട്രി, ടൂറിസം ഇൻഡസ്ട്രി, IT ഇൻഡസ്ട്രി, ഇതോടൊപ്പം തന്നെ സമാനമായ രീതിയിൽ നമുക്ക് പരിഗണിക്കാവുന്ന ഒരു മേഖലയാണ് ഔഷധ മേഖല. ഓക്കെ, അതിലേക്ക് പോകുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്. പക്ഷേ അതിനു മുമ്പ് ഈ ആബട്ട് കമ്പനി എന്താണ് മിഥുൻ്റെ ആത്മഹത്യയ്ക്ക് ശേഷം അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും? അതിനുശേഷം ഞങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്നത്, ഈ ആത്മഹത്യ നടക്കുന്ന ദിവസം തിരുവനന്തപുരം നഗരത്തിൽ അവരുടെ 3 പ്രധാനപ്പെട്ട മാനേജർമാർ, നമ്മുടെ ഈ മേഖലയിലെ ഹൈറാർക്കി എന്ന് പറയുന്നത് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് കഴിഞ്ഞാൽ തൊട്ട് മുകളിൽ ഏരിയ സെയിൽസ് മാനേജർ, അതിൻ്റെ മുകളിൽ റീജിയണൽ സെയിൽസ് മാനേജർ, അതിൻ്റെ മുകളിൽ സോണൽ സെയിൽസ് മാനേജർ, ഈ 3 മാനേജേഴ്സും തിരുവനന്തപുരം നഗരത്തിലുണ്ടായിരുന്നു. പക്ഷേ ഈ വിവരം അറിഞ്ഞതോടുകൂടി ഉച്ചയോടുകൂടി 3 പേരും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. ഇന്നേ വരെ പുറത്തു വന്നിട്ടില്ല. ഇതാണ് യാഥാർത്ഥ്യം. ഞങ്ങളവിടെ HR വൈസ് പ്രസിഡന്റുമായിട്ട് ഞാൻ നേരിട്ട് സംസാരിച്ചു, കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. പക്ഷേ ദർ ഇസ് നോ റെസ്പോൺസ്.
ഇതുവരെയും ആ കുടുംബത്തെ ഒന്ന് ആശ്വസിപ്പിക്കുന്നതിനോ ആ കുടുംബത്തിലൊന്ന് വന്ന് കണ്ട് ഒരു അനുശോചനം രേഖപ്പെടുത്തുന്നതിനോ ഈ കമ്പനിയുടെ മാനേജ്മെൻറ്റ് തയ്യാറായിട്ടില്ല എന്നതാണ് വളരെ ദുരൂഹമായിരിക്കുന്നത്. ഈ ആത്മഹത്യാക്കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ മിഥുൻ്റെ അച്ഛൻ തന്നെ പോലീസ് ഓഫീസറാണ്. അദ്ദേഹം കരമനയിൽ SI ആയിരുന്നു. ഇപ്പോൾ ട്രെയിനിങ് കോളേജിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം നിയമപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അദ്ദേഹം എന്നോട് നേരിട്ട് സംവദിച്ചത് ഈ മരണം നടക്കുന്ന ജൂലൈ മാസം 15-ാം തീയതി തൊട്ട് മുന്നേയുള്ള ഏതാണ്ട് 11, 12, 13, 14 തീയതികളിലായി രാത്രി 10 മണിക്കും 11 മണിക്കും 11:30 മണിക്കും ഈ കമ്പനിയുടെ ഒരു സോണൽ മാനേജർ നിരന്തരമായി ഫോൺ വിളിക്കുകയും വളരെ മോശപ്പെട്ട അബ്യൂസിങ് ലാംഗ്വേജ് അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ ഹരാസ് ചെയ്തതായിട്ട് അദ്ദേഹത്തിൻ്റെ മൊഴിയുണ്ട്. എന്നോട് നേരിട്ട് സംവദിച്ചതാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇന്ത്യയിൽ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് ഇത് എൻ്റെ ഓർമ്മയിൽ തന്നെ 4ാമത്തെ ഇൻസിഡൻ്റാണ് ഇത്തരം ആത്മഹത്യ. കേരളത്തിൽ ആദ്യത്തെ സംഭവം. പക്ഷേ ഇന്ത്യയിൽ 4 കഴിഞ്ഞ 2 വർഷക്കാലത്തിനിടയിൽ മാത്രം 4ാമത്തെ ഇൻസിഡൻ്റാണ്. ഹൈദരാബാദിൽ കെല അജയ്കുമാർ എന്ന് പറയുന്ന 26 വയസ്സുകാരൻ, അതോടൊപ്പം തന്നെ ഫറൂഖാബാദ് UP യിൽ അഭയ് പ്രതാപ് സിംഗ് എന്ന് പറയുന്ന 32 വയസ്സുകാരൻ, ഹൈദരാബാദിൽ തന്നെ അഖിലേഷ് കേവലം 27 വയസ്സ്. ഇതെല്ലാം തന്നെ മാനേജർമാരുടെ, അതായത് മാനേജർമാർ ഇൻ ദ സെൻസ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ് മാനേജേഴ്സ്. ഈ മാനേജേഴ്സ് വഴിയുള്ള അങ്ങേറ്റത്തെ സെയിൽസ് സമ്മർദ്ദം, അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ മേഖലയിൽ ഉണ്ടാകുന്ന അമിതമായ ലാഭമാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 32 വർഷമായി ശ്രീ പ്രദീപ് കുമാർ ഈ മേഖലയിലുണ്ട്. അപ്പോൾ ഈ സമീപകാലത്തായിട്ടാണോ ഈ മാറ്റം വരുന്നത്, അതോ പണ്ടും ഇങ്ങനെ തന്നെ ആയിരുന്നു? ഇല്ല, തീർച്ചയായിട്ടും കാരണം പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് അല്ലെങ്കിൽ മെഡിക്കൽ റെപ്പുകൾ ഡോക്ടർമാരെ കാണുന്നു, അവരെ കൊണ്ട് മരുന്ന് എഴുതിക്കാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള പാരിതോഷികങ്ങൾ അവർക്ക് കൊടുക്കുന്നു, ഓഫർ ചെയ്യുന്നു. അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇപ്പോഴാണ് ഇത്തരത്തിൽ ഉള്ള ഒരു വലിയ സമ്മർദ്ദത്തിന് അടിപ്പെട്ടാണ് നിങ്ങളൊക്കെ ജോലി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അന്ന് ഇത്ര സമ്മർദ്ദം ഉണ്ടായിരുന്നില്ല? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. ഞങ്ങളെയൊക്കെ ഇപ്പോൾ നമ്മുടെ മലയാള സിനിമയിലൊക്കെ ഡോക്ടർ എന്ന രീതിയിലൊക്കെ വിശേഷിപ്പിക്കുന്നതായിട്ട് അതുപോലെ ഞങ്ങളെ വിശേഷിപ്പിക്കുന്നത് 3 minutes മാനേജർ എന്ന്. അതായത് കേവലം ഒരു ഡോക്ടറിന്റെ ക്യാബിൽ ഞങ്ങൾക്ക് പരമാവധി കിട്ടുന്നത് 3 മിനിറ്റാണ്. ഈ 3 മിനിറ്റിനകത്ത് അവൻ പ്രതിദാനം ചെയ്യുന്ന കമ്പനിയുടെ പ്രോഡക്റ്റിന്റെ ഗുണഗണങ്ങൾ ഡോക്ടറിന്റെ അടുത്ത് കൺവിൻസ് ചെയ്ത് ഡോക്ടറെ കൊണ്ട് കസ്റ്റമേഴ്സിന് റെക്കമെൻഡ് ചെയ്യിക്കുക എന്നതാണ് ഞങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ലാഭക്കൊതിയുടെ അമിതമായ ആവേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല അശാസ്ത്രീയ വിപണന തന്ത്രങ്ങളും ഈ മേഖലയിൽ കൊണ്ടുവരാൻ വേണ്ടി ഔഷധ കമ്പനികൾ തയ്യാറാവും. അതിനുള്ള പ്രധാന കാരണം കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞ ഒരു 10-15 വർഷക്കാലമായിട്ട് നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഔഷധ നയത്തിലുള്ള മാറ്റമാണ്. നേരത്തെ ഔഷധ നയം 975-ലാണ് യഥാർത്ഥത്തിൽ ഔഷധങ്ങളുടെ വില ഫിക്സേഷൻ, എങ്ങനെ ആയിരിക്കണം ഒരു ഔഷധത്തിൻ്റെ വില, എത്രയായിരിക്കണം ലാഭം, ഇതെല്ലാം നിശ്ചയിക്കാൻ 975-ലെ അന്നത്തെ പാർലമെൻറ്റിൽ നിന്നും പിരിഞ്ഞുപോയ ജയശുഖലാൽ ഹാത്തി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഉൽപ്പാദനം നടത്തുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ ഉൽപ്പാദന ചെലവിൻ്റെ മുകളിൽ, പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ മുകളിൽ 40% ലാഭം എടുത്തുകൊണ്ട് ഒരു പ്രത്യേകതരം മരുന്നുകൾ. അല്ല, അതായത് അപ്പോൾ ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്ന സമയം മുതൽ ഇതിന്റെ പഠനം തുടങ്ങിയതാണ്. പക്ഷേ 75-ലാണ് ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത്, ഫിക്സേഷൻ ഓഫ് പ്രൈസിംഗ് വരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 983-ൽ ആദ്യമായിട്ട് ഔഷധ നയം പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യൻ ഔഷധ മേഖലയിലെ ഔഷധ നയം, ഡ്രഗ് പോളിസി 1983. അതിന്റെ ബേസ് ചെയ്തിട്ടാണ് ഇതെല്ലാം ഇവിടെ സ്മൂത്തായി നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ 10-14 വർഷമായിട്ട് ഇന്ത്യ രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ മാറ്റവും അതിൻ്റെ ഉപോത്ബലകമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വ്യാവസായിക മാറ്റത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ലാഭം എന്ന ഒറ്റ മന്ത്രത്തിലേക്ക് എല്ലാ മേഖലയും, അത് ഞാൻ കേവലം ഔഷധ മേഖല മാത്രമല്ല സമസ്ത മേഖലയും ആ രീതിയിലേക്ക് കൊണ്ടിരിക്കുകയാണ്. നേരത്തെ 40%, 60%, 100% ലാഭമെടുത്ത് വില നിശ്ചയിച്ചിരുന്ന കാലം മാറി. ഇപ്പോൾ ചില മരുന്നുകളുടെ ലാഭം എന്ന് നോക്കിക്കഴിഞ്ഞാൽ 1200, 1800% നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ കാണുന്ന കേവലം പാരസെറ്റമോൾ 500 മില്ലിഗ്രാമിൻ്റെ വില മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷേ ഇന്ത്യ രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുന്ന 4.72 ലക്ഷം കോടി രൂപയുടെ ടേൺ ഓവറിൽ ഏതാണ്ട് 2.25 ലക്ഷം കോടി രൂപയുടെയും മരുന്ന് കൺസ്യൂം ചെയ്യുന്നത് ആഭ്യന്തര മാർക്കറ്റിലാണ്. ഇന്ത്യയിലെ ആഭ്യന്തര മാർക്കറ്റിൽ 2.25 ലക്ഷം കോടി രൂപയുടെ മരുന്ന് കൺസ്യൂം ചെയ്യുന്നു, ബാക്കിയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ലാഭം കൊണ്ടുപോകുന്നത് ആരാ? ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരാ? ഔഷധ നിർമ്മാണ കമ്പനികളാണ്. അപ്പോൾ ആ ഔഷധ നിർമ്മാണ കമ്പനികളുടെ ലാഭം കൂടുതൽ വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ കച്ചവട സമ്മർദ്ദം ചെലുത്തുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. കാരണം ഒരു ടെറിട്ടറിയിൽ, ഒരു ഹെഡ് ക്വാർട്ടറിൽ തിരുവനന്തപുരം ജില്ലയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ നിയമിക്കുന്ന ഒരു റെപ്രസെൻറ്റേറ്റീവിനാണ് ആ ജില്ലയിലെ ഇത് കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ തലയിലാണ്. പക്ഷെ ഒരു കാര്യം നാം മറന്നു പോകുന്നത്, പ്രോഡക്റ്റ് നിശ്ചയിക്കുന്നത് റെപ്രസെൻറ്റേറ്റീവ് അല്ല,
പ്രോഡക്റ്റിൻ്റെ വില നിശ്ചയിക്കുന്ന റെപ്രസെൻറ്റേറ്റീവ് അല്ല. ഏതൊക്കെ ആശുപത്രികളിൽ തൊഴിലെടുക്കണം എന്ന് നിശ്ചയിക്കുന്ന റെപ്രസെൻറ്റേറ്റീവ് അല്ല. ഏതൊക്കെ ഡോക്ടർമാരെ കാണണം, ഏതൊക്കെ സ്പെഷ്യാലിറ്റി കാണണം എന്ന് തീരുമാനിക്കുന്ന റെപ്രസെൻറ്റേറ്റീവ് അല്ല. ആരാണത്? ഇതെല്ലാം തീരുമാനിക്കുന്നത് മാനേജ്മെൻറ്റാണ്. ആ കമ്പനിയാണ് ഇദ്ദേഹത്തെ അസൈൻ ചെയ്യുന്നത്. ഞങ്ങളുടെ തൊഴിൽ യഥാർത്ഥത്തിൽ ടു ഇംപ്ലിമെൻറ്റ് ദ സ്ട്രാറ്റജീസ് ഓഫ് ദ മാനേജ്മെൻറ്റ് എന്ത് സ്ട്രാറ്റജിയാണോ കൊണ്ടുവരുന്നത് അത് ഡോക്ടറിൻ്റെ അടുത്ത് പറയുക. ഇതിനപ്പുറത്തോട്ട് സെയിൽസിൻ്റെ അല്ലെങ്കിൽ കച്ചവടത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന രീതിയാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് ഒന്നും കൂടെ പറയാമോ, അതായത് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവുമാരുടെ ജോലി എന്താണ് യഥാർത്ഥത്തിൽ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കാലം അത്രയും ഇറ്റ് ഹാസ് നോട്ട് ബീൻ ഡിഫൈൻഡ്. അത് ഡിഫൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, എന്താണ് ഇപ്പോൾ അധ്യാപകൻ്റെ ജോലി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക, ഡ്രൈവറുടെ ജോലി വണ്ടി ഓടിക്കുക, ഇപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ജോലി മാധ്യമപ്രവർത്തനം നടത്തുക. പക്ഷേ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിൻ്റെ ജോലി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് എക്സാക്ട്ലി ദ ജോബ് എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ വളരെ വെൽ ഡ്രസ്ഡ് ആയിട്ട് ഡോക്ടേഴ്സിനെ കാണാൻ പോകുന്നു, ഇതൊക്കെയാണ് ഞങ്ങളുടെ കമ്പനി പുറത്തിറക്കുന്ന മരുന്നുകൾ എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇതാണ് പൊതുജനത്തിന് അറിയാവുന്നത്. അതെ. പക്ഷെ ഇതിനപ്പുറത്തോട്ട് ഡോക്ടറിന് സാമ്പിൾസ് എത്തിച്ചു കൊടുക്കുക, ഡോക്ടറിൻ്റെ അടുത്ത് പ്രോഡക്റ്റ് ഡീറ്റെയിൽ ചെയ്യുക, കെമിസ്റ്റ് ഷോപ്പിൽ കയറി അവൈലബിലിറ്റി ഉറപ്പുവരുത്തുക, പ്രിസ്ക്രിപ്ഷൻ മോണിറ്റർ ചെയ്യുക, സെയിൽസ് അനാലിസിസ് നടത്തുക, സെയിൽസ് കമ്പൈലേഷൻസ് നമുക്ക് ഓരോ ജില്ലയിലും ഓരോ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്. കമ്പനിയിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ടറിലാണ് പ്രോഡക്റ്റ് വരുന്നത്. ആ ഡിസ്ട്രിബ്യൂട്ടർ പോയിന്റിൽ നിന്നും എത്ര പ്രോഡക്റ്റ് മെഡിക്കൽ ഷോപ്പിലോട്ട് പോയി, എത്ര തിരിച്ചു വന്നു, ഇതെല്ലാം മോണിറ്റർ ചെയ്യുക. അതാണ് സെയിൽസ് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെല്ലാം പുറമെയാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന അൺഓതറൈസ്ഡ് ചാനലുകളിലൂടെയുള്ള മരുന്നിൻ്റെ തള്ളിക്കയറ്റം. സംസ്ഥാനത്ത് ഒരു മരുന്ന് വിൽപ്പന കേന്ദ്രം ഉണ്ടെങ്കിൽ കമ്പനിയുടെ മെയിൻ സ്റ്റോക്കിസ്റ്റ് വഴി CNF എറണാകുളത്തായിരിക്കും മിക്കവാറും കേരളത്തിൽ, അവിടെ നിന്നും ഓരോ ജില്ലകളിലുള്ള ഡിസ്ട്രിബ്യൂട്ടർ പോയിന്റിൽ മരുന്ന് വരുന്നു. അവിടെ നിന്ന് ആശുപത്രിയിലേക്കും മെഡിക്കൽ ഷോപ്പിലോട്ടും മരുന്ന്. ഇതാണ് യഥാർത്ഥ ചെയിൻ. പക്ഷെ ഇപ്പോൾ സംഭവിക്കുന്നത് 2017 കേന്ദ്ര ഗവൺമെൻറ് GST കൊണ്ടുവന്നതോടുകൂടിയിട്ട് ഡ്രഗ് ലൈസൻസും GST നമ്പറുള്ള ആർക്കും ഇന്ത്യയിൽ നിന്ന് എവിടുന്ന് വേണമെങ്കിലും മരുന്നെടുത്ത് എവിടെ വേണമെങ്കിലും വിൽക്കാം. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു ഒഫീഷ്യൽ അല്ലെങ്കിൽ ഓഥറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടർ മാത്രമായിരിക്കില്ല തിരുവനന്തപുരം ജില്ലയിൽ ഒരു കമ്പനിയുടെ മരുന്ന് വിൽക്കുന്നത്. അത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ഇവിടേക്ക് വരും. സ്വാഭാവികമായിട്ടും തിരുവനന്തപുരം ജില്ലയിൽ ഒരു മരുന്ന് കമ്പനിയുടെ മരുന്നുകൾ ഇവിടെ വിൽപ്പന നടത്താൻ ബാധ്യസ്ഥനായിട്ടുള്ള മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് അവൻ്റെ ഡോക്ടർമാരെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം പ്രൊമോട്ട് ചെയ്യുകയും ഡോക്ടർ എഴുതിയാൽ തന്നെ മെഡിക്കൽ ഷോപ്പിൽ നിന്നും കസ്റ്റമർ ഇത് വാങ്ങിയാൽ തന്നെ ആ മെഡിക്കൽ ഷോപ്പിൽ വരുന്ന മരുന്ന് ഈ ജില്ലയിൽ നിന്നാവണമെന്നില്ല, അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാവാം. അപ്പോൾ ആ രീതിയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അതായത് ഇദ്ദേഹം വർക്ക് ചെയ്യുന്ന ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് വർക്ക് ചെയ്യുന്ന ഏരിയയിൽ കമ്പനി അയക്കുന്ന മരുന്ന് അത് തന്നെ വിറ്റ് പോകണം എന്നുള്ള നിർബന്ധമുണ്ടോ? നിർബന്ധമില്ല. അങ്ങനെ വിറ്റ് പോയാൽ മാത്രമേ അതിന്റെ സെയിൽസ് ക്രെഡിറ്റ് ആ പെർട്ടിക്കുലർ റെപ്രസെൻറ്റേറ്റീവിന് കിട്ടുള്ളൂ. പല സ്ഥലത്തു നിന്നും അദ്ദേഹത്തിന്റെ ഇപ്പോൾ മിഥുന്റെ കാര്യത്തിൽ നമ്മൾ എടുക്കാം. മിഥുൻ തിരുവനന്തപുരം ജില്ലയിൽ ആബട്ട് കമ്പനിയുടെ ഗൈനക് ഡിവിഷന് വേണ്ടി തൊഴിലെടുക്കുന്നു. ആ കമ്പനിയുടെ പ്രോഡക്റ്റ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും വന്നിട്ടാണ് ഇവിടെ വിൽക്കപ്പെടുന്നതെങ്കിൽ അതിന്റെ സെയിൽസ് ക്രെഡിറ്റ് മിഥുന് കിട്ടില്ല. സ്വാഭാവികമായിട്ടും സെയിൽസ് മീറ്റിങ്ങുകളിൽ തിരുവനന്തപുരം ജില്ലയുടെ കച്ചവടം കുറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ടുള്ള ഹറാസ്മെൻ്റാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. നേരത്തെ നമുക്ക് തൊഴിൽ സമയം ഉണ്ടായിരുന്നു. ഇപ്പോഴും തൊഴിൽ സമയം റെക്കോർഡിക്കലി ഉണ്ട്, പക്ഷേ നടപ്പിലാക്കുന്നില്ല. കേരളമടക്കമുള്ള 11 സംസ്ഥാനങ്ങളിൽ ഇന്ത്യ രാജ്യത്ത് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവുമാരുടെ തൊഴിൽ സമയം 8 മണിക്കൂറായിട്ട് ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നിയമപരിരക്ഷയുണ്ട്. നിയമപരിരക്ഷയുണ്ട്. ഞാൻ അതിലോട്ട് വരാം. ഈ 8 മണിക്കൂർ എന്നുള്ളത് ഇപ്പോൾ വന്നിരിക്കുന്ന ലേബർ കോഡുകളുണ്ടല്ലോ, തൊഴിൽ നിയമങ്ങൾ മാറ്റി ലേബർ കോഡുകൾ വന്നതിലൂടെ ഒരു പകൽ സമയത്തെ ഫീൽഡ് വർക്ക് 8 മണിക്കൂർ കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ 7 മണിക്കും 8 മണിക്കും ശേഷം നടക്കുന്ന ഓൺലൈൻ മീറ്റിങ്ങുകളുണ്ട്. ആ ഓൺലൈൻ മീറ്റിങ്ങുകൾ രാത്രി വെളുക്ക വരെ പോവുക. 1 മണി വരെയും 1:30 മണി വരെയും 2 മണി വരെയും ഓൺലൈൻ മീറ്റിങ്ങുകൾ. ഈ ഓൺലൈൻ മീറ്റിങ്ങിൽ സംവദിക്കുന്നത് ഒരു ടെറിട്ടറിയിലെ സെയിൽസ് അനാലിസിസ് ആണ്. ആ സെയിൽസ് അനാലിസിസ് കേവലം ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിൻ്റെ തൊട്ട് മുകളിലുള്ള ഏരിയ മാനേജറോ റീജിയണൽ മാനേജറോ മാത്രമല്ല, തുടർന്ന് മുകളിലോട്ടുള്ള നാഷണൽ സെയിൽസ് മാനേജർ, ജനറൽ മാനേജർ സെയിൽസ്, HR വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവർ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഈ ഓൺലൈൻ മീറ്റിങ്ങിൽ കയറുകയും ഈ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് സെയിൽസ് ഇല്ല, നിങ്ങൾ തൊഴിലെടുക്കുന്നില്ല, അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് നഷ്ടമാണ്, കളഞ്ഞിട്ട് പോക്കോളാം. ഈ രീതിയിൽ ഞാൻ കളഞ്ഞിട്ട് പോക്കോളാം എന്നുള്ളത് ഞാൻ വളരെ ലളിതമായി പറഞ്ഞതേ ഉള്ളൂ. ഇതിനപ്പുറത്തോട്ടാണ് പദപ്രയോഗങ്ങൾ. അപ്പോൾ അത് താങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇത്തരം സംഭവങ്ങൾ വന്നുകൊണ്ടാകുന്നത്. ഇത് നമുക്ക് നിർത്തലാക്കിയേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിൽ ആദ്യമാണെങ്കിൽ ഇന്ത്യയിൽ ഇത് 4-5 ഇൻസിഡൻ്റ് ആയി കഴിഞ്ഞ 2 വർഷമായിട്ട് തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുക.
ഓക്കെ, ഇതിനെന്താണ് ഒരു പരിഹാര മാർഗം? എവിടെയാണ് ഇതിൻ്റെ ഒരു അപ്പീലിംഗ്? ഇതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഈ മേഖലയിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി വർക്കിംഗ് റൂൾസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. കഴിഞ്ഞൊരു 40 വർഷമായിട്ട് 4 പതിറ്റാണ്ടായിട്ട് ഞങ്ങളുടെ സംഘടന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 2012-ലും അത് കഴിഞ്ഞ് 2016-ലും സ്റ്റാറ്റ്യൂട്ടറി വർക്കിംഗ് റൂൾസ് ഫ്രെയിം ചെയ്യണം എന്ന് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനമെടുത്തു. വളരെ എളുപ്പമാണ്, തീരുമാനം എടുത്തു കഴിഞ്ഞു. പക്ഷേ ഇന്നേ വരെ സ്റ്റാറ്റ്യൂട്ടറി വർക്കിംഗ് റൂൾസ് പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഫലം ആർക്കാണ് ഗുണമായിട്ട് കിട്ടുന്നത്? സ്റ്റാറ്റ്യൂട്ടറി വർക്കിംഗ് റൂൾസ് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ ഓരോ കമ്പനികളും അവരവരുടേതായിട്ടുള്ള പ്രൈവറ്റ് വർക്കിംഗ് റൂൾസാണ് കൊണ്ടുവരുന്നത്. ഈ പ്രൈവറ്റ് വർക്കിംഗ് റൂൾസിനകത്താണ് ഇപ്പോൾ 10 ഡോക്ടർമാരെ കണ്ടാൽ മാത്രം പോരാ. ഒരു ദിവസം രാവിലെ 10 മണി തൊട്ട് 6 മണി വരെ തൊഴിലെടുക്കുമ്പോൾ 10-15 ഡോക്ടർമാരെ കണ്ടാൽ മാത്രം പോരാ, 20-25 ഡോക്ടർമാരെ കാണണം. അപ്പോൾ അവരുടെ അടുത്തു നിന്നും കച്ചവടം കിട്ടുന്നതിനാവശ്യമായിട്ടുള്ള എന്ത് അശാസ്ത്രീയ മാർഗങ്ങളും അവലംബിക്കണം. ഈ രീതിയിലുള്ള മെൻ്റൽ ടോർച്ചറിങ് ഒരു ഭാഗത്ത്, ഈവൻ കായികമായിട്ടുള്ള സംഭവങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. ശരി, അതുപോലും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഞങ്ങളുടെ സംഘടന തന്നെ കേസ് കൊടുത്തിട്ടുണ്ട്. അല്ല, ഇതിപ്പോൾ നിയമ നടപടിയുമായി പോയി കഴിഞ്ഞാൽ ജോലി നഷ്ടമാകുമോ, അല്ലെങ്കിൽ തിരിച്ചെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ജോലി നഷ്ടമാകുമോ എന്നുള്ള ഭയമായിരിക്കുമോ ഇവർക്കൊക്കെ? തീർച്ചയായിട്ടും. അവിടെയാണ് 2 പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, നേരത്തെ ചോദിച്ച പോലെ നിയമപരിരക്ഷ. 976-ലാണ് ഈ മേഖലയിലെ റെപ്രസെൻറ്റേറ്റീവുമാരുടെ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പ്രത്യേകമായ ഒരു നിയമം ഇന്ത്യ രാജ്യത്തുണ്ടാകുന്നു. ആ നിയമം കൊണ്ടുവന്നപ്പോൾ തന്നെ അതിൻ്റെ പ്രിയാമ്പിളിൽ തന്നെ പറയുന്നു, ദ റെപ്രസെൻറ്റേഷൻ മെയ്ഡ് ബൈ FMRA, ഞങ്ങളുടെ അഖിലേന്ത്യാ സംഘടന. അങ്ങനെ അഖിലേന്ത്യാ സംഘടന കൊടുത്ത റെപ്രസെൻറ്റേഷൻ്റെ ഭാഗമായിട്ടാണ് രാജ്യസഭാ പെറ്റീഷൻ കമ്മിറ്റിയുടെ മുമ്പാകെ ഇത് വരികയും ആ കാലഘട്ടം വരെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടിൻ്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ടായിരുന്നു നമ്മുടെ മേഖലയെ പരിരക്ഷിച്ചിരുന്നത്. അത് മാറി ഈ മേഖലയിലെ തൊഴിലാളികളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ളൊരു നിയമം വേണമെന്ന് പാർലമെൻറ്റ് തീരുമാനിക്കുകയും അങ്ങനെയാണ് 976-ൽ സെയിൽസ് പ്രൊമോഷൻ എംപ്ലോയീസ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ആക്ട് നിലവിൽ വരുന്നത്. പക്ഷേ ഇന്ന് സംഭവിച്ചത്, ലേബർ കോഡ് വന്നപ്പോഴത്തേക്കും 13 നിയമങ്ങൾ അസാധുവാക്കി. ഇപ്പോൾ മാധ്യമപ്രവർത്തകരുടെ പരിരക്ഷ ഉറപ്പുവരുത്തുന്ന വർക്കിംഗ് ജേർണൽസ് ന്യൂസ് പേപ്പർ എംപ്ലോയീസ് ആക്ട് അടക്കമുള്ള സെയിൽസ് പ്രൊമോഷൻ എംപ്ലോയീസ് ആക്ട് അടക്കമുള്ള 13 നിയമങ്ങൾ അസാധുവാക്കി. അപ്പോൾ സെയിൽസ് പ്രൊമോഷൻ എംപ്ലോയീസ് ആക്ട് എന്ന് പറയുന്ന രാജ്യത്തെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവുമാരുടെ പരിരക്ഷ ഉറപ്പുവരുത്തുന്ന നിയമം ഇല്ലാതായതോടുകൂടി രാജ്യത്തുള്ള ബഹുരാഷ്ട്ര ഇന്ത്യൻ കുത്തക ഔഷധ കമ്പനികളെല്ലാം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അവരുടെ പ്രൈവറ്റ് വർക്കിംഗ് റൂൾസ് നിയമമാക്കി മാറ്റി അവരങ്ങ് നടപ്പിലാക്കുക. അപ്പോൾ നിയമപരിരക്ഷ ഒരു ഭാഗത്ത് ഇല്ലാതാകുന്നു, മറുഭാഗത്ത് ഔഷധ കമ്പനികളുടെ കൊള്ളലാഭം കൊയ്യുന്നതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തുന്നു. ഇത് സഹിക്കാൻ പറ്റാതെയാണ് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ആത്മഹത്യയിലേക്ക് തള്ളപ്പെട്ടു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ വില പറഞ്ഞല്ലോ, 1000 മടങ്ങിലേറെ ലാഭം കൊയ്യുന്ന കമ്പനികളുണ്ട്, മരുന്ന് കമ്പനികളുണ്ട് എന്ന്. അപ്പോൾ അത്രയേറെ ലാഭം കൊയ്യുന്ന കമ്പനികളാണ് ഏറെയും എങ്കിൽ അവർ വലിയ ഒരു ഭാരിച്ച ശമ്പളമാണോ കൊടുക്കുന്നത്? അതായത് അതിലാണ് വൈരുദ്ധ്യമുള്ളത്. ഇപ്പോൾ മൾട്ടിനാഷണൽ കമ്പനികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവർ ശമ്പളവും അലവൻസും കൊടുക്കുന്നതിന് യാതൊരു പിശുക്കും കാണിക്കില്ല. പക്ഷേ ആ കൊടുക്കുന്ന ശമ്പളത്തിൻ്റെയും അലവൻസിൻ്റെയും ഒരു 10 മടങ്ങ് ചൂഷണമാണ് ഈ തൊഴിലാളിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം, സാറ് ഈ വിലയുടെ കാര്യം പറഞ്ഞല്ലോ. നേരത്തെ നമ്മുടെ രാജ്യത്ത് മരുന്നുകളുടെ വില നിശ്ചയിക്കാനും നിയന്ത്രിക്കാനുള്ള അധികാരാവകാശങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിനായിരുന്നു. ആ സ്ഥാപനമാണ് NPPA എന്ന് പറയുന്ന നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി. ആ NPPA ആയിരുന്നു ഇന്ത്യ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മരുന്നിൻ്റെ വില നിശ്ചയിക്കുന്നതും നിയന്ത്രിക്കുന്നതും. പക്ഷെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, കേന്ദ്ര ഗവൺമെൻറ് അതിൽ നിന്ന് സ്വയം അങ്ങോട്ട് പിന്നാട്ട് പോയി. ഔഷധങ്ങളുടെ വില നിശ്ചയിക്കാനും നിയന്ത്രിക്കാനുമുള്ള അവകാശവും അധികാരവും മരുന്ന് കമ്പനികൾ കൊടുത്തു. ഈ പെട്രോളിയം വില നിശ്ചയിക്കാൻ കൊടുത്തതുപോലെ എങ്ങനെയാണോ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കാനുള്ള അവകാശത്തിൽ നിന്നും പിന്നോട്ട് പോയത് ഗവൺമെൻറ്, സമാനമായ രീതിയിൽ ഇപ്പോൾ ഔഷധങ്ങളുടെ വില നിശ്ചയിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുള്ള അവകാശം കമ്പനികൾക്ക് കൊടുക്കുക. അതിനെന്താണ് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഞാൻ ഇതിനകത്ത് മറ്റൊരു രഹസ്യം കൂടിയുണ്ട്. ഇന്ത്യ രാജ്യത്തെ എല്ലാ ഉൽപ്പന്നങ്ങൾ, എല്ലാ കമ്മോഡിറ്റീസിൻ്റെയും എക്സൈസ് നികുതി, കേന്ദ്ര സർക്കാർ നേരിട്ട് ഈടാക്കുന്ന നികുതി എന്ന് പറയുന്നത് ഉൽപ്പാദന ചെലവിൻ്റെ മേളിലാണ്, പ്രൊഡക്ഷൻ കോസ്റ്റിൽ. പക്ഷെ മരുന്നിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അത് MRPയുടെ മേളിലാണ്. അപ്പോൾ MRP എത്രത്തോളം കൂടി നിൽക്കുന്നുവോ അത്രത്തോളം എക്സൈസ് നികുതി നേരിട്ട് കേന്ദ്രത്തിന് കിട്ടുക. ഈ ഇങ്ങനെ കിട്ടുന്ന എക്സൈസ് ടാക്സ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരുകൾക്ക് വിഹിതം വെച്ച് കൊടുക്കേണ്ടതില്ല. ഇത് നേരിട്ട് കേന്ദ്രത്തിൽ മാത്രം നിക്ഷിപ്തമാകുന്ന. അപ്പോൾ ഔഷധ നിർമ്മാണ കമ്പനികൾ MRP കൂടുതൽ വെക്കുന്നതിനനുസരിച്ച് എക്സൈസ് നികുതി കൂടുതലായിട്ട് കേന്ദ്ര ഗവൺമെൻറ് കിട്ടും. ഇതൊരു നെക്സസാണ്. ഇത് രാജ്യത്തെ കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഔഷധ നിർമ്മാണ കമ്പനികൾ തമ്മിലുള്ള നെക്സസ് ആണ്.
ഈ ഒരു നെക്സസിലേക്ക് പോകാനുണ്ടായ സാഹചര്യമാണ്, സാർ ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തതാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ പുതിയൊരു പ്രതിഭാസം. ആ ഇലക്ട്രൽ ബോണ്ട് ഇനത്തിൽ 1368 കോടി രൂപയാണ് ഔഷധ നിർമ്മാണ കമ്പനികൾ മാത്രം. ഞാൻ ഒരു പ്രത്യേകമായ രാഷ്ട്രീയ പാർട്ടിയെ മാത്രമായിട്ട് ഞാൻ പറയുന്നില്ല, കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വാങ്ങിച്ചിരിക്കുന്നത് 1368 കോടി രൂപ. സ്വാഭാവികമായിട്ടും അങ്ങനെ അധികാരത്തിൽ വന്ന കേന്ദ്ര ഗവൺമെൻറ് ഈ പറയുന്ന ഔഷധ നിർമ്മാണ കമ്പനികളുടെ താല്പര്യം മാത്രമല്ലേ സംരക്ഷിക്കുള്ളൂ. വില നിയന്ത്രിക്കാനും നിശ്ചയിക്കാനുള്ള അധികാരം ആ മരുന്ന് കമ്പനികൾക്ക് കൊടുക്കുന്നു. എക്സൈസ് ഡ്യൂട്ടി കൂടുതലായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് കിട്ടുന്നു. പരസ്പരമുള്ള ഒരു കൊടുക്കൽ വാങ്ങലായിട്ട് ഇത് മാറിപ്പോകുന്നു. ഇതിനെ നിയന്ത്രിക്കാൻ ഇന്ത്യ രാജ്യത്ത് നിയമമുണ്ടെങ്കിലും എടുത്ത് പ്രയോഗിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നില്ല. അങ്ങനെ ഔഷധങ്ങളുടെ വില നിയന്ത്രിക്കാനും നിശ്ചയിക്കാനും ഇത്തരത്തിൽ അശാസ്ത്രീയമായ മരുന്ന് വിപണനത്തെ നിയന്ത്രിക്കാനുള്ള എല്ലാ നിയമങ്ങളുണ്ട്, പക്ഷേ എടുത്ത് പ്രയോഗിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാവുന്നില്ല. അതുകൊണ്ടാണ് ഔഷധ കമ്പനികൾ നിർബാധം വിലസുകയാണ് ഇന്ത്യയിൽ. ഇത് കേവലം ഔഷധങ്ങളുടെ കാര്യത്തിൽ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, പക്ഷേ ഇതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്നതാണ് ചികിത്സാ ഉപകരണങ്ങൾ, മെഡിക്കൽ ഡിവൈസസ്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് കൊണ്ടൊന്നും തീരില്ല, ആ രീതിയിലാണ്. അതിനകത്ത് യാതൊരു വില നിയന്ത്രണം ഇന്ത്യ രാജ്യത്തില്ല എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരുകൾക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇത് ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ പ്രതിഷേധം, നിങ്ങളുടെ ആവശ്യങ്ങൾ എങ്ങനെയാണ് അറിയിക്കുന്നത്? ഇതിൽ സംസ്ഥാന സർക്കാരുകൾക്ക് എനിക്ക് തോന്നുന്നു സംസ്ഥാന സർക്കാരുകൾ മറ്റെല്ലാ വിഷയത്തിലും ശബ്ദമുയർത്തുന്നുണ്ട്, ഇതിൽ മാത്രം അവരും എന്താണ് ശബ്ദമുയർത്താത്തത്? ഇതിനകത്തൊരു പോസിറ്റീവായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഈ അടുത്ത കാലത്തുണ്ടായത്, കേന്ദ്ര നിയമനിർമ്മാണ സഭയിൽ ഇടപെടുന്നതിന് സംസ്ഥാന സർക്കാരുകൾക്ക് പരിമിതികളുണ്ട്. കേന്ദ്ര നിയമങ്ങളെ പാർലമെന്റ് പക്ഷേ ഈ വിഷയം ശക്തമായി ഉന്നയിക്കാം. അത് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോയ എംപിമാരൊക്കെ തന്നെ നേരത്തെയും ഇപ്പോഴും അത് ഉന്നയിക്കുന്നുണ്ട്. കേരള സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷക്കാലം നമുക്കുണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഈ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവുമാരുടെ വേതനമാണെങ്കിലും അതുപോലെ തന്നെ വർക്കിംഗ് അവേഴ്സ് ആണെങ്കിലും ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ളൊരു വേദിയാണെങ്കിലും കഴിഞ്ഞ 10 വർഷക്കാലയളവിൽ കേരളത്തിലൊരു അഡ്വാൻസ്മെൻറ്റ് നമുക്കുണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലെ 11 സംസ്ഥാനങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവുമാരുടെ തൊഴിൽ സമയം 8 മണിക്കൂറായിട്ട് ഡിക്ലെയർ ചെയ്തതിൽ ഒരു സംസ്ഥാനം കേരളമാണ്. ഈ രംഗത്തെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവുമാരുടെ വേതനം, ചില കമ്പനികൾ മിനിമം കൂലി പോലും കൊടുക്കാത്ത കമ്പനികളുണ്ട്, ചെറുകിട കമ്പനികളുണ്ട്. ഇതിനകത്ത് വ്യത്യസ്തമായ ക്യാരക്ടറാണ്. മൾട്ടിനാഷണൽ കമ്പനികളുണ്ട്, ഇന്ത്യൻ കുത്തക കമ്പനികളുണ്ട്, ചെറുകിട കമ്പനികളുണ്ട്, പ്രാദേശികമായിട്ട് മാത്രം വിൽപ്പന നടത്തുന്ന കമ്പനികളുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവത്തോടുകൂടി ഏതാണ്ട് 10,000-ഓളം വരുന്ന കമ്പനികളുണ്ട്. കേരളത്തിൽ തൊഴിലെടുക്കുന്ന ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിന് ഒരു മിനിമം കൂലി കൊടുക്കണമെന്ന് ആദ്യമായിട്ട് നിശ്ചയിക്കുന്നത് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത്. അത് പരിഷ്കരിച്ച് ഈ അവസാനത്തെ LDF ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ് അത് 14,410 രൂപ ഒരു എൻട്രി കാറ്ററിൽ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിന് കൊടുക്കണം എന്ന തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തത്. അത് കേരളത്തിൽ നടപ്പാക്കുന്നു, പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുന്നില്ല. ഈ രംഗത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം കാണുന്നതിന് ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരള സംസ്ഥാനത്താണ് വ്യവസായ ബന്ധ സമിതി ഈ മേഖലയിൽ തീരുമാനിച്ചത്. IRC ഇൻഡസ്ട്രിയൽ റിലേഷൻ കമ്മിറ്റി കേരളത്തിലാണ് രൂപീകരിച്ചത്. അതിൻ്റെ 2-3 യോഗങ്ങളെല്ലാം ചേർന്നു. ഇന്നലെയും തൊഴിൽ വകുപ്പ് മന്ത്രിയായിട്ട് ഞാൻ ബന്ധപ്പെട്ടു. ആ IRC എത്രയും പെട്ടെന്ന് വിളിച്ചു ചേർത്ത് ഈ വിഷയങ്ങളാകെ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ ഒരു വലിയ പോസിറ്റീവ് ഡെവലപ്മെൻറ്റ് ഉണ്ടായിരുന്നത്, ഞങ്ങൾ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നിവേദനം കൊടുത്തു ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് ഇടപെടുന്നുള്ളത്. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന ഇന്ന് പത്രങ്ങളിലെല്ലാം വന്നിട്ടുണ്ട്. ഈ മേഖലയിലെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവുമാരുടെ ജോലി സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കാമെന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു. സംഘടനാ ഭാരവാഹികളായിട്ട് ചർച്ച ചെയ്ത് ഭാവി പരിപാടികൾ നമുക്ക് ആസൂത്രണം ചെയ്യാം എന്നതും ആരോഗ്യ വകുപ്പ് മന്ത്രി വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്നത്. അത് വലിയ പ്രതീക്ഷയാണ് നമുക്ക് നൽകുന്നത്. തീർച്ചയായിട്ടും അതിൽ നമ്മൾ ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ നോക്കുന്നില്ല. ഒരു തൊഴിലാളിയുടെ, ഒരു വർക്കറിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഗവൺമെൻറ് മുന്നോട്ട് വരിക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വർക്കർ എന്ന രീതിയിൽ വലിയ ആശാവഹമായിട്ടുള്ള. തീർച്ചയായിട്ടും K മുരളീധരൻ ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ഞാൻ എല്ലാത്തിൻ്റെയും അതോറിറ്റേറിയൻ അല്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ പറഞ്ഞു തരാൻ എല്ലാവരോടും പറയുന്ന ആളാണ്. ഓപ്പണായിട്ട് കാര്യങ്ങളെ സമീപിക്കുന്നുണ്ട്. അത് നല്ലൊരു പോസിറ്റീവ്. ഞാൻ 2 പ്രാവശ്യം അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തതാണ്. അപ്പോൾ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വീക്ഷണമുള്ള ആളാണ്, നിലപാടുള്ള ആളാണ്. അപ്പോൾ അതിൽ പ്രതീക്ഷിക്കാം എന്ന് നമുക്ക് തോന്നുന്നു. കാരണം നമുക്ക് സമ്മർദ്ദത്തിലൂടെ ഈ ഒരു വിഷയത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. കാരണം ഇത് ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യ രാജ്യത്ത് തോന്നുംപടി പോകുവാൻ ആർക്കും അങ്ങനെ സാധിക്കില്ല, ഒരു പരിധിക്ക് അപ്പുറത്തേക്ക്. ഇതിനകത്ത് കേരളത്തിൽ ഇത് ഞാൻ ഔഷധ മേഖലയിൽ ആദ്യത്തെ സംഭവമാണെന്ന് പറഞ്ഞെങ്കിലും ഇതിനു മുന്നേ പ്രൊഫഷണൽ രംഗത്ത് ആത്മഹത്യ ആൻ സെബാസ്റ്റ്യൻ്റെ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തത്. നമ്മുടെ മേഖലയിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കച്ചവട തന്ത്രം. ഈ കച്ചവട തന്ത്രത്തിൻ്റെ ഭാഗമായി കച്ചവടം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെ കുറിച്ച് ഒരു ക്ലാസ് കൊടുക്കുന്ന സംവിധാനം ഈ അടുത്ത കാലത്ത് വന്നു. അതിനെ അവർ വളരെ ഓമന പേരിലാണ് വിളിക്കുന്നത്.
PIP പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ പെർഫോമൻസ് എൻഹാൻസ്മെൻറ്റ് പ്രോഗ്രാം. ഇത് നടക്കുന്നത് കമ്പനിയുടെ ഹെഡ് ഓഫീസിലാണ്. ഓക്കെ. ഇപ്പോൾ തിരുവനന്തപുരം ഹെഡ് ക്വാർട്ടറിൽ ജോലി ചെയ്യുന്ന ആളുടെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യുന്നതിനുള്ള ചർച്ച നടത്തുന്നത് ബോംബെയിലെ ഹെഡ് ഓഫീസിലാണ്. അവിടുത്തെ ശീതീകരിച്ച മുറിയിൽ, അടച്ചിട്ട മുറിയിൽ ഒരാളിനെ അവിടെ ഇരുത്തുന്നു. 4 ഭാഗത്തും മാനേജേഴ്സ് നിൽക്കുന്നു, പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റിൻ്റെ ടീം വരുന്നു, PMT ടീം വരുന്നു. അവർ ചോദ്യങ്ങളുടെ ശരശയ്യാണ്. ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ പല റിപ്പോർട്ടുകളും ശരിവെക്കുന്ന തരത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരും. അതായത് ഒരു മരുന്ന് കൊടുത്ത് രോഗിയെ അല്ലെങ്കിൽ ഒരാളെ, തങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന ഒരാളെ ഒരു നിശ്ചിത മരുന്ന് കൊടുത്ത് വേറൊരു രോഗത്തിന് അടിമയാക്കുക. ആ മരുന്ന് തന്നെ നേരത്തെ പറഞ്ഞ പ്രസ്തുത കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നു. അങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹീനമാർഗത്തിലേക്ക് ഇത്തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ ഓട്ടോമാറ്റിക്കലായി പോകുമെന്ന് നമുക്ക് കോമൺ സെൻസ് കൊണ്ട് കരുതാവുന്നതേ ഉള്ളൂ. കാരണം ഇതിനകത്ത് അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, നമുക്ക് മരുന്നെന്ന് പറയുന്നത് ഒരു കൺസ്യൂമറിന് തിരഞ്ഞെടുക്കാനുള്ള അവകാശമില്ല. അതാണ് മരുന്ന് കമ്പനികൾ ചൂഷണം ചെയ്യുന്നത്. ഓക്കെ. ഈ മരുന്ന് കമ്പനികളുടെ ചൂഷണം ഒരു പരിധി വിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പലതരത്തിലുള്ള സമ്മർദ്ദമായി താഴെത്തട്ടിലേക്ക് പോകും. മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവുമാർ ഇപ്പോൾ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 8 മണിക്കൂർ ജോലിയെങ്കിലും അതിനുശേഷം രാത്രി മണിക്കൂറുകൾ നീളുന്ന ഓൺലൈൻ മീറ്റിങ്ങുകളിൽ അവർ പങ്കെടുക്കേണ്ടി വരുന്നു. അത് പല മേഖലകളിലും ഉണ്ട് കേട്ടോ. അത്തരത്തിലുള്ള മീറ്റിങ്ങുകൾ ഞാനും നേരിട്ട് കണ്ടിട്ടുണ്ട് പലരുടെയും അവസ്ഥ. അപ്പോൾ അത്തരത്തിൽ ഒരു മനുഷ്യനെ 24 മണിക്കൂറും പിഴിഞ്ഞെടുക്കാനുള്ള ഒരു ഉപഭോഗ വസ്തുവായി അല്ലെങ്കിൽ ഒരു ഉപകരണമായി കാണുന്ന കമ്പനികൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ കമ്പനികളെയൊക്കെ തന്നെ തൂത്തെറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. അക്കാര്യത്തിൽ കൃത്യമായ നടപടി ഉണ്ടാകേണ്ടത് എവിടെ നിന്നാണ്? സർക്കാരുകളിൽ നിന്നാണ്. സർക്കാരിന് അതിനുള്ള മനുഷ്യത്വം ഉണ്ടാകണം, കെയറിംഗ് ഉണ്ടാകണം. സ്വന്തം പൗരന്മാരെ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിന് തന്നെയാണ്. ഇത്തരത്തിൽ ബഹുരാഷ്ട്ര കുത്തകകളാണെങ്കിൽ തന്നെയും, നമ്മുടെ നാട്ടിൽ തഴച്ചു വളരുന്ന കമ്പനികളാണെങ്കിൽ തന്നെയും, കോർപ്പറേറ്റുകളാണെങ്കിൽ തന്നെയും ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്ന സാഹചര്യമുണ്ടെങ്കിൽ അത് ഏത് മേഖലയാണെങ്കിലും അതിനെ കെടുത്തേണ്ടത് തന്നെയാണ്. ഇനി ഒരിക്കലും അത്തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ പയറ്റുവാൻ ഈ മുതലാളി മേലാളന്മാർക്ക് മനസ്സ് വരാത്ത തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുവാൻ സാധിക്കുമോ നമ്മുടെ നാട്ടിൽ എന്നുള്ളതാണ് ഈ ചർച്ചയിലൂടെ ഞങ്ങൾ അവസാനം ചോദിച്ചു വയ്ക്കുന്ന ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ജനപ്രതിനിധികളിൽ നിന്നും ഭരണകർത്താക്കളിൽ നിന്നും. വളരെയധികം നന്ദി ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.